ബ്ലൈക്സ് തിയറിയുടെ 2 കൺസെപ്റ്റ്സ് പറഞ്ഞു. ഫസ്റ്റ് ബ്ലൈക്സ് തിയറി എന്താണെന്ന്. ബ്ലൈക്സ് തിയറിയിലെ മെയിൻ 2 കൺസെപ്റ്റ്സ് എന്തായിരുന്നു? ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ water creeps along the bottom contour of the structure, and second one is that head loss is directly proportional to creep length. So ആ 2 കൺസെപ്റ്റ് പറഞ്ഞതിന് ശേഷം പിന്നെ നമ്മള് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നതെന്ന് പഠിച്ചു. ഒരു വെയർ വന്നിട്ടുണ്ടെങ്കിൽ ആ വെയറിൽ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ പ്ലോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. ഇനി മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു തുടങ്ങിയായിരുന്നു. എന്താ? തേർഡ് മൂന്നാമത് നിങ്ങൾ ചെയ്യേണ്ട ബ്ലൈക്സ് തിയറി ചോദിച്ചിട്ടുണ്ടെങ്കിൽ 3 കാര്യങ്ങളാണ് എഴുതേണ്ടത്. ആദ്യത്തെ 2 പോയിന്റ്സ്, സെക്കൻഡ് വൺ ഒരു ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ വരയ്ക്കുന്ന കാര്യം, തേർഡ് വൺ ഈസ് എങ്ങനെയാണ് സേഫ് ആക്കുന്നത് എന്നുള്ളത്. അപ്പൊ നമ്മളുടെ വെയറിന്റെ മെയിൻ 2 ഇഷ്യൂസ് എന്തൊക്കെയായിരുന്നു? വെയറിൽ വരുന്ന മെയിൻ ഇഷ്യൂസ് ഒരു വെയർ ഉണ്ടെങ്കിൽ അതിന്റെ മെയിൻ പ്രോബ്ലംസ് എന്ന് പറയുന്നത് എന്താ? അപ്ലിഫ്റ്റ് പ്രഷർ കാരണം ഉണ്ടാകുന്ന റപ്ചറും പിന്നെയോ പൈപ്പിങ്ങും അപ്ലിഫ്റ്റ് പ്രഷർ കാരണമാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് പറഞ്ഞത്. സോ ഇതിനെ രണ്ടിനും എങ്ങനെ സേഫ് ആക്കാം എന്നാണ് പിന്നെ ബ്ലൈക്സ് പറഞ്ഞത്. അപ്പൊ സേഫ്റ്റി അഗെയിൻസ്റ്റ് പൈപ്പിംഗ് ആൻഡ് സേഫ്റ്റി അഗെയിൻസ്റ്റ് അപ്ലിഫ്റ്റ് പ്രഷർ, ഈ 2 എണ്ണത്തിനും എങ്ങനെയൊക്കെ സേഫ് ആക്കാം, അതിന് വേണ്ട കാര്യങ്ങൾ എന്തെല്ലാം ചെയ്താൽ ഇതിന് അഗെയിൻസ്റ്റ്, അതിന്റെ റെമഡിയൽ മെഷേഴ്സ് ആണ് പിന്നെ ആര് പറഞ്ഞു തന്നത്? ബ്ലൈക്സ് പറഞ്ഞത്. ഓക്കെ, അപ്പം ഈ 2 കൺസെപ്റ്റ് എങ്ങനെയൊക്കെ സേഫ് ആക്കാം എന്നുള്ളതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. സേഫ്റ്റി അഗെയിൻസ്റ്റ് പൈപ്പിങ്ങും സേഫ്റ്റി അഗെയിൻസ്റ്റ് അപ്ലിഫ്റ്റ് പ്രഷറും. ഓക്കെ, സോ ഫസ്റ്റ് വൺ, സേഫ്റ്റി അഗെയിൻസ്റ്റ് പൈപ്പിംഗ്. എങ്ങനെയാണ് പൈപ്പിങ്ങിനെ സേഫ് ആക്കുന്നത്? നമ്മൾ അല്ലാതെ തന്നെ ആ ഫെയിലിയർ മോഡ്സ് പഠിപ്പിച്ചപ്പം ഞാൻ ഈ പൈപ്പിങ്ങിനെ സേഫ് ആക്കാനുള്ള 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞേ. എങ്ങനെയാണ് സേഫ് ആക്കുന്നത്? പൈപ്പിങ്ങിനെ സേഫ് ആക്കാൻ എന്ത് ചെയ്താൽ മതി? നിയത, എങ്ങനെ പൈപ്പിങ്ങിനെ സേഫ് ആക്കാൻ പറ്റുമോ? കോസസ് ഓഫ് ഫെയിലിയർ പഠിപ്പിച്ചപ്പോഴത്തേക്ക് 2 റെമഡിയൽ മെഷേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടായില്ലേ? എന്തായിരുന്നു അത്? സഫിഷ്യന്റ് ലെങ്ത് കൊടുക്കുക, ഫ്ലോറിന് സഫിഷ്യന്റ് ലെങ്ത് കൊടുക്കുക. രണ്ടാമത്തതോ? പൈല് പ്രൊവൈഡ് ചെയ്യുക. എവിടെ പൈല് പ്രൊവൈഡ് ചെയ്യണം? ഡൗൺ സ്ട്രീമിൽ പൈല് ഇടുക്കി. അപ്പം അതാണ് സേഫ്റ്റി അഗെയിൻസ്റ്റ് പൈപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഫിഷ്യന്റ് ലെങ്ത് കൊടുക്കുക. അപ്പൊ ബ്ലൈക്സും പറഞ്ഞ അതാണ്. ബ്ലൈക്സ് അപ്പൊ സേഫ്റ്റി അഗെയിൻസ്റ്റ് പൈപ്പിംഗ് എങ്ങനെ പൈപ്പിങ്ങിനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ളത് പറഞ്ഞത് സഫിഷ്യന്റ് ലെങ്ത് കൊടുത്താൽ മതി എന്നാ പറഞ്ഞത്. സഫിഷ്യന്റ് ലെങ്ത് പ്രൊവൈഡ് ചെയ്യണം. പക്ഷെ ബ്ലൈക്സ് എന്ത് പറഞ്ഞില്ല? ഡൗൺ സ്ട്രീമിൽ പൈല് കൊടുക്കുന്ന കാര്യം ഇതിൽ മെൻഷൻ ചെയ്തില്ല. അതാണ് ബ്ലൈക്സിന്റെ വേറൊരു ഡിസഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. സോ ബ്ലൈക്സ് തിയറിയുടെ ഒരു ലിമിറ്റേഷൻ കൂടിയാണ്. പൈപ്പിങ്ങിനെ സേഫ് ആക്കാൻ വേണ്ടി ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് ആവശ്യത്തിന് ഫ്ലോർ ലെങ്തും കൊടുക്കുക. രണ്ടാമത്തെന്ന് പറഞ്ഞാല് ഡൗൺ സ്ട്രീമിൽ പൈലും പ്രൊവൈഡ് ചെയ്യുക. അതാണ് പറഞ്ഞത്. പക്ഷെ ഡൗൺ സ്ട്രീമിൽ പൈല് പ്രൊവൈഡ് ചെയ്യണോ, അതിന് എത്ര ലെങ്ത്, അതിന് എത്ര തിക്നെസ് കൊടുക്കണം, അല്ലെങ്കിൽ അതിന് എത്ര ഡെപ്ത് കൊടുക്കണം, അത് വേണോ എന്നൊന്നും ബ്ലൈക്സിന്റെ തിയറിയിൽ പറഞ്ഞില്ല. അതൊരു ലിമിറ്റേഷൻ ആണ്. പക്ഷെ ബ്ലൈക്സ് പറഞ്ഞത് പൈപ്പിങ്ങിനെതിരെ സേഫ് ആകാൻ വേണ്ടിയിട്ട് സഫിഷ്യന്റ് ലെങ്ത് ഓഫ് ക്രീപ്പ് ലെങ്ത് ആവശ്യത്തിന് കൊടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് എത്ര ക്രീപ്പ് ലെങ്ത് കൊടുക്കണം, മിനിമം കൊടുക്കേണ്ട ക്രീപ്പ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും സജസ്റ്റ് ചെയ്തു. സോ അക്കോർഡിംഗ് ടു ബ്ലൈക്സ് പറഞ്ഞ എന്താന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ക്രീപ്പ് ലെങ്ത് ഈക്വൽ ടു L ഈക്വൽ ടു C ഇൻറ്റു HL. ഇത്രയും എങ്കിലും ക്രീപ്പ് ലെങ്ത് പ്രൊവൈഡ് ചെയ്യണം. എന്നാൽ മാത്രമേ പൈപ്പിങ്ങിനെതിരെ സേഫ് ആകുള്ളൂ. ഓക്കെ, അതാണ് പറഞ്ഞത്. ക്രീപ്പ് ലെങ്ത് എന്ന് പറയുന്നത് C ഇൻറ്റു HL എങ്കിലും മിനിമം കൊടുത്തിരിക്കണം. എന്നാൽ മാത്രമേ പൈപ്പിങ്ങിനെതിരെ സേഫ് ആകത്തുള്ളൂ. വെയർ C is the Blake's coefficient. Blake's
കോയിഫിഷ്യന്റ്. ബ്ലൈക്സ് കോയിഫിഷ്യന്റ് ഈ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് അവിടുത്തെ സോയിലിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാറിക്കൊണ്ടിരിക്കും. സോ പൈപ്പിങ്ങിനെതിരെ സേഫ് ആകാൻ വേണ്ടിയിട്ട് ഈ ടോട്ടൽ ലെങ്ത് ഇൻക്ലൂഡിങ് വെർട്ടിക്കൽ കട്ട് ഓഫ്, അതായത് പൈൽസ് ഇല്ലേ, ഇവിടെ കൊടുക്കുന്ന പൈലിനെ അല്ലെങ്കിൽ നമ്മൾ കട്ട് ഓഫ് എന്നും പറയാറുണ്ട്, ഇതിനെ കട്ട് ഓഫ് എന്നും പറയാറുണ്ട്. ഇൻക്ലൂഡിങ് വെർട്ടിക്കൽ കട്ട് ഓഫ് ഓർ പൈൽ, ദ ലെങ്ത് ഷുഡ് ബി ഓഫ് എ മിനിമം സി ഇൻറ്റു എച്ച് എൽ. സി ഇൻറ്റു എച്ച് എൽ എന്ന് പറയുന്ന അത്രയെങ്കിലും മിനിമം ലെങ്ത് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അതാണ് സേഫ്റ്റി അഗെയിൻസ്റ്റ് അപ്ലിക് പ്രഷർ എന്ന് പറയുന്നത്. അതിൽ സി എന്താ, ബ്ലൈക്സ് കോയിഫിഷ്യന്റ് ആണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ദ സോയിൽ ആൻഡ് ദ പെർമിയബിലിറ്റി ഓഫ് ദ സോയിൽ എക്സെട്ര. ഇനി എച്ച് എൽ എന്താ, എച്ച് എൽ എന്ന് വെച്ചാൽ എന്താ, എച്ച് എൽ എന്ന് വെച്ചാൽ എന്താ, ഹെഡ് ലോസ്. ഹെഡ് ലോസ്. എച്ച് എൽ ഇസ് ദ ഹെഡ് ലോസ്. സോ അതാണ് ബ്ലൈക്സിന്റെ ഫസ്റ്റ് അതായത് സേഫ്റ്റി പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് എന്ന് പറയുന്നത് സേഫ്റ്റി അഗൈൻസ്റ്റ് പൈപ്പിംഗ് ആണ്. പൈപ്പിങ്ങിനെതിരെ സേഫ് ആകാൻ വേണ്ടിയിട്ട് എന്താ പറഞ്ഞത്, ക്രീപ്പ് ലെങ്ത്, സഫീഷ്യന്റ് ക്രീപ്പ് ലെങ്ത് കൊടുത്താൽ മതി. മിനിമം ലെങ്ത് ടു ബി പ്രൊവൈഡഡ് ഈക്വൽ ടു സി ഇൻറ്റു എച്ച് എൽ, വേർ സി ഇസ് ദ ബ്ലൈക്സ് കോയിഫിഷ്യന്റ് ആൻഡ് എച്ച് എൽ ഇസ് ദ ഹെഡ് ലോസ്. ഇത് ക്ലിയർ ആണല്ലോ. ഇനി രണ്ടാമത്തെ പ്രശ്നം എന്താ, നമ്മളുടെ വിയർ ഫെയിൽ ആവാനുള്ള വേറൊരു പ്രോബ്ലം ആണ് uplift pressure. Second one is the uplift pressure. So second safety measure to be given in order to prevent the wear to resist from uplift pressure is safety against uplift pressure. അത് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ safety against uplift pressure. അപ്പൊ uplift pressure എന്ന് പറയുന്നത് എന്തായിരുന്നു, uplift pressure എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താ, റുഹിമ എന്തായിരുന്നു അപ്ലിഫ്റ്റ് പ്രഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? സ്ട്രക്ചറിന്റെ അടിയിലോട്ട് വാട്ടർ പോകുമ്പോൾ പ്രഷർ. ഓക്കെ, എന്താ, the force exerted by the water seeping through the bottom floor of a structure. അപ്പൊ ആ സ്ട്രക്ചറിലേക്ക് ഒരു പ്രഷർ നമ്മൾ സീപ്പ് ചെയ്യുന്ന വാട്ടർ എക്സേർട്ട് ചെയ്യും. ആ ഒരു പ്രഷറിനാണ് അപ്ലിഫ്റ്റ് പ്രഷർ എന്ന് പറയുന്നത്. അത് എങ്ങനെയായിരുന്നു സാധാരണ റെസിസ്റ്റ് ചെയ്യുന്നത്? അപ്ലിഫ്റ്റ് പ്രഷർ എന്ത് വെച്ചിട്ടാ റെസിസ്റ്റ് ചെയ്യുന്നത്? സൾഫേറ്റ് വെച്ചിട്ട് തന്നെ, മിടുക്കി. അപ്പം നമ്മളുടെ സ്ട്രക്ചർ ഇതാണ്. സ്ട്രക്ചറിന്റെ ബോട്ടത്തിലുള്ള വാട്ടർ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യും. അപ്പൊ അതെങ്ങനെയാ റെസിസ്റ്റ് ചെയ്യുന്നത്? ഈ ഒരു ഫ്ലോറിന്റെ സെൽഫേറ്റും സ്ട്രക്ചറിന്റെ സെൽഫേറ്റ് വെച്ചിട്ടാണ്. സോ ബ്ലൈക്സ് പറഞ്ഞത് ഇൻ ഓർഡർ ടു റെസിസ്റ്റ് ദ അപ്ലിഫ്റ്റ് പ്രഷർ, അപ്ലിഫ്റ്റ് പ്രഷറിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് സൾഫേറ്റ് പ്രൊവൈഡ് ചെയ്യണം. സോ വി ഹാവ് ടു ഇൻക്രീസ് ദ തിക്നെസ്. അപ്പൊ തിക്നെസ് ഒരുപാട് കൂട്ടാനും പറ്റുമോ? ഫ്ലോറിന്റെ തിക്നെസ് ഒരുപാട് കൂട്ടാനും പറ്റത്തില്ല. എത്രയാണ് തിക്നെസ് കൊടുക്കേണ്ടത്? സോ അപ്ലിഫ്റ്റ് പ്രഷർ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് we have to provide a thickness T is equal to 4/3 H by G minus 1. Okay, ഇതാണ് സേഫ്റ്റി അഗെയിൻസ്റ്റ് അപ്ലിഫ്റ്റ് പ്രഷർ. അപ്ലിഫ്റ്റ് പ്രഷറിന് അഗെയിൻസ്റ്റ് സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഫ്ലോറിന് ഇത്ര തിക്നെസ് കൊടുക്കണം. തിക്നെസ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് കൂടും? സൾഫേറ്റ് കൂടും. സൾഫേറ്റ് കൂടുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. വരുന്ന അപ്ലിഫ്റ്റ് പ്രഷറിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ എത്ര മിനിമം തിക്നെസ് കൊടുക്കണം? മിനിമം കൊടുക്കേണ്ട തിക്നെസ് ആണ് ഇത്. ഈ ടി എന്ന് പറയുന്നത് മിനിമം കൊടുക്കേണ്ട തിക്നെസ് ആണ്. ഇത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണിത്. ടി ഈക്വൽ ടു 4/3 H by G minus 1 എന്ന് പറയുന്നത്. ഓക്കെ, കാണാതെ പഠിച്ചു വെക്കുക. എല്ലാ ഡിസൈനിലും യൂസ് ചെയ്യണം. ഫ്ലോർ ഡിസൈൻ ചെയ്യുന്നത് ഈ തിക്നെസ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഫ്ലോറിന്റെ തിക്നെസ് കൊടുക്കുന്നത്. So T is equal to 4/3 H by G minus 1. ഇതാണ് നിങ്ങളുടെ ഇക്വേഷൻ. T is the thickness of floor. അപ്പൊ അപ്ലിഫ്റ്റ് പ്രഷറിനെ സേഫ് ആക്കാൻ വേണ്ടി തിക്നെസ് കൊടുക്കുക, ഇത്രയും തിക്നെസ് കൊടുക്കുക. ആൻഡ് പിന്നെ പൈപ്പിങ്ങിനെ സേഫ് ആക്കാൻ വേണ്ടി എന്താ കൊടുക്കണ്ടേ? ക്രീപ്പ് ലെങ്ത്, മിനിമം ക്രീപ്പ് ലെങ്ത് L is equal to C into H അല്ലെങ്കിൽ മിനിമം കൊടുക്കുക. ഇത് രണ്ടെണ്ണമാണ് വരുന്നത്. അപ്പൊ സേഫ്റ്റി അഗെയിൻസ്റ്റ് അപ്ലിഫ്റ്റ് പ്രഷറിന് എന്താ ചെയ്യണ്ടേ? ക്രീപ്പ് ലെങ്ത് കൂട്ടി കൊടുക്കുക. രണ്ടാമത്തത് പൈപ്പിങ്ങിനെതിരെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ക്രീപ്പ് ലെങ്ത് C into H L പ്രൊവൈഡ് ചെയ്യുക. അപ്ലിഫ്റ്റ് പ്രഷറിനെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഇത്ര
മിനിമം തിക്നെസ് കൊടുക്കുക. ഇനി ഇതിന്റെ അകത്ത് ഓരോ ടേംസും എന്താണ് ജി, എന്താണ് എച്ച്. എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസിഡ്യുവൽ ഹെഡ്. റെസിഡ്യുവൽ ഹെഡ് ആണ് എച്ച് എന്ന് പറയുന്നത്. ഏത് പോയിന്റിന്റെ തിക്നെസ് ആണോ കണ്ടുപിടിക്കേണ്ടത് അവിടുത്തെ റെസിഡ്യുവൽ ഹെഡ് അല്ലെങ്കിൽ ഓർഡിനേറ്റ് ടു ദ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ. ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ എന്താന്നൊക്കെ ഇന്നലെ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് രണ്ട് പൈൽസേ ഉള്ളെന്ന് വിചാരിക്കുക. അപ്സ്ട്രീമിലും ഡൗൺ സ്ട്രീമിലും രണ്ട് പൈൽസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വാട്ടർ ലെവൽ ഇതായിരുന്നു, ഡൗൺ സ്ട്രീമിൽ വാട്ടർ ഇല്ലാത്ത കേസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യമേ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ പ്ലോട്ട് ചെയ്യും. ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ എങ്ങനെയാ വരുന്നത്? നിങ്ങളുടെ ഈ പൈലിന്റെ സ്റ്റാർട്ടിങ്ങിന്റെ അവിടുന്ന് നേരെ താഴേക്ക് ഒരു ഡ്രോപ്പ് വരും, പിന്നെ ഇത് നേരെ സ്ലോപ്പ് ചെയ്ത് പോകും, അടുത്ത കട്ട് ഓഫിന്റെ അവിടെ അടുത്ത സ്ലോപ്പ് വരും. സോ ഇതാണ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് എവിടുത്തെ തിക്നെസ് ആണോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഫോർ എക്സാമ്പിൾ പറയുവാണ്, ഇപ്പൊ ഈ ഇവിടുത്തെ തിക്നെസ്, ഫ്ലോറിന്റെ തിക്നെസ് എത്രയാണ് എന്നറിയണം, ഈ ഒരു പോയിന്റിൽ എത്ര തിക്നെസ് കൊടുക്കണം എന്നുള്ളത് അറിയണം. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിലെ എച്ച് എന്ന് പറയുന്ന വാല്യൂ ആ പോയിന്റിൽ നിന്ന് നമ്മുടെ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ വരെയുള്ള ഓർഡിനേറ്റ് ആണ് എച്ച്. ഏത് പോയിന്റിലെ ആണോ തിക്നെസ് കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റിൽ നിന്ന് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ വരെയുള്ള ആ ഒരു ഓർഡിനേറ്റിലെ അതിനെയാണ് എച്ച് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ അതിന് നേരത്തെ ഒരു പേര് പറഞ്ഞു തന്നായിരുന്നു, മിച്ചമുള്ള ഹെഡ്. സോ ഹെഡ് ലോസ് കഴിഞ്ഞ് ടോട്ടൽ ഹെഡിൽ നിന്ന് ആ പോയിന്റ് വരെയുള്ള ഹെഡ് ലോസ് മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? റെസിഡ്യുവൽ ഹെഡ് കിട്ടും. സോ ദാറ്റ് ഈസ് എച്ച്. ജി, ജി എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദി മെറ്റീരിയൽ. ഓഫ് മെറ്റീരിയൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഏത് മെറ്റീരിയൽ ആയിരിക്കും? കോൺക്രീറ്റ് ആയിരിക്കും. സോ കോൺക്രീറ്റിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണോ അതായിരിക്കും ജി എന്ന് പറയുന്നത്. ഓക്കെ, കോൺക്രീറ്റിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാ? 2.4 ആണ്. എഴുതിയെടുത്തോ, മറക്കരുതിന്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നതാണെങ്കിൽ 2.4 ആയിരിക്കും. സോ ഇങ്ങനെയാണ് എച്ച് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇവിടെ എവിടെയായിരിക്കും തിക്നെസ് ഏറ്റവും കൂടുതൽ വേണ്ടത്? എവിടെയാണോ ഹെഡ് കൂടുതൽ അവിടെ ആയിരിക്കൂലേ അപ്ലിഫ്റ്റ് പ്രഷറും കൂടുതൽ. ഏറ്റവും കൂടുതൽ ഹെഡ്, ഈ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ എന്ന് പറയുന്നത് എന്താ? ആക്ച്വലി ഓരോ പോയിന്റിലെയും ഹെഡിനെ തമ്മിൽ പ്ലോട്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ് ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ എന്ന് പറയുന്നത്. സോ ഹെഡ് എവിടെ ഏറ്റവും കൂടുതൽ? അപ്സ്ട്രീമിലാണോ ഡൗൺ സ്ട്രീമിലാണോ? ആരെങ്കിലും? അപ്സ്ട്രീമിലായിരിക്കും ഏറ്റവും കൂടുതൽ ഹെഡ് വരുന്നത്. സോ ഓരോ പോയിന്റും ചെല്ലുമ്പോഴത്തേക്കും ഹെഡ് കുറഞ്ഞു വരുക. ഹെഡ് കുറയുക എന്നുള്ളതിന് അർത്ഥം എന്താ? പ്രഷർ കുറയുക എന്നല്ലേ? പ്രഷർ കുറയാണെന്നുള്ളതാണ് അർത്ഥം. സോ ഏറ്റവും കൂടുതൽ പ്രഷർ ഉള്ളിടത്തല്ലേ കൂടുതൽ തിക്നെസ് നമ്മൾ കൊടുക്കണ്ടേ? പ്രഷർ കൂടുതലാണെങ്കിൽ, അപ്ലിഫ്റ്റ് പ്രഷർ കൂടുതലാണെങ്കിൽ നമ്മൾ കൂടുതൽ സെൽഫ് വെയിറ്റ് താഴേക്ക് കൊടുക്കണം. അപ്പൊ അവിടെ ആയിരിക്കില്ലേ തിക്നെസ് കൂടുതൽ കൊടുക്കേണ്ടത്. സോ തിക്നെസ് എവിടെയായിരിക്കണം കൂടുതൽ കൊടുക്കേണ്ടത്? അപ്സ്ട്രീമിലാണോ ഡൗൺ സ്ട്രീമിലാണോ? ഞാനിപ്പോ ഒരു 2 പോയിന്റ് ഡിനോട്ട് ചെയ്യാം. ഇത് ഫസ്റ്റ് പോയിന്റ് അവിടെയാണോ അതോ ഈ ഒരു പോയിന്റിലാണോ നമ്മൾ തിക്നെസ് കൂടുതൽ കൊടുക്കേണ്ടത്? 1 or 2? ഷൈറോ, എവിടെയാണ് നമ്മള് 1-ലാണോ 2-ലാണോ തിക്നെസ് കൂടുതൽ കൊടുക്കണ്ടേ? 1-ലായിരിക്കും. എന്തുകൊണ്ടാ? അവിടെ ഇത് പ്രഷർ കൂടുതലാണ്. പ്രഷർ ഡൗൺ അല്ല, പ്രഷർ കൂടുതൽ അപ്സ്ട്രീമിൽ തന്നെയല്ലേ, കാരണം ഹെഡ് കൂടുതൽ അപ്സ്ട്രീമിലല്ലേ. സോ പ്രഷർ കൂടുതൽ അപ്സ്ട്രീമിൽ തന്നെ ആയിരിക്കും.
ഹെഡ് എന്ന് പറയുന്നത് തന്നെയാണ് ഒരു പ്രഷർ. പ്രഷർ എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് ആണ് ഹെഡ് എന്ന് പറയുന്നത്. സോ ഹെഡ് എവിടെയാണോ കൂടുതൽ അവിടെ ആയിരിക്കും പ്രഷർ കൂടുതൽ. പ്രഷർ കൂടുതൽ നമ്മൾ തിക്നെസ്സും കൂടുതൽ കൊടുക്കണം. പക്ഷേ ഇവിടെ നമ്മൾ എപ്പോഴും തിക്നെസ് കണ്ടുപിടിക്കുന്നത് നമ്മൾ എപ്പോഴും എടുക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ആണ്, ഈ ഒരു ജോയിന്റ് ആണ് നമ്മൾ എപ്പോഴും തിക്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? ഇനി ഗസ് ആർക്കെങ്കിലും ഉണ്ടോ? ഈ ഒരു പോയിന്റിലെ തിക്നെസ് ആണ് ക്രിട്ടിക്കൽ എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാ? ഇവിടുത്തെ അല്ലേ ഹെഡ് കൂടുതൽ. പക്ഷെ എപ്പോഴും നമ്മള് തിക്നെസ് കണ്ടുപിടിക്കുന്നത് ക്രിട്ടിക്കൽ ആയിട്ട് എടുക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ജംഗ്ഷന്. അതെന്തുകൊണ്ടായിരിക്കും എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ശ്വേത, എന്തുകൊണ്ടാവും? ഇവിടെ അല്ലേ ഹെഡ് കുറവ്? ആ ഒരു അപ്സ്ട്രീം പോയിന്റിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പോയിന്റിലല്ലേ ഹെഡ് കുറവ്? എന്തുകൊണ്ടായിരിക്കും നമ്മൾ അവിടെ എടുക്കുന്നത്? പിന്നെ തിക്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടി ആ പോയിന്റിനെ എടുക്കുന്നത്? തെറ്റിപ്പോയാലും കുഴപ്പമില്ല കേട്ടോ, പറഞ്ഞോ എന്തേലും ഐഡിയ. മീഡിയം ഹെഡ് അല്ല, നമുക്ക് സേഫ് ആയിട്ട് ഇരിക്കണ്ടേ? ഏറ്റവും കൂടുതൽ തിക്നെസ് വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ എല്ലായിടവും സേഫ് ആയിരിക്കത്തില്ലേ? മീഡിയം വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും കൂടുതൽ പ്രഷർ വന്നാലോ? അത് പറ്റത്തില്ലല്ലോ. വേറെ എന്തെങ്കിലും ഈ ഒരു പ്ലേസിനെ കമ്പയർ ചെയ്യുമ്പോൾ അതായത് ഈ ഡൗൺ സ്ട്രീം സൈഡിനെ കമ്പയർ ചെയ്യുമ്പോൾ അപ്സ്ട്രീം സൈഡിൽ വേറെ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അതെന്താ? ആർക്കേലും പറയാൻ പറ്റുമോ? ഡൗൺ സ്ട്രീം സൈഡിനെ കമ്പയർ ചെയ്യുമ്പോൾ അപ്സ്ട്രീം സൈഡിൽ വേറൊരു ഫാക്ടർ ഉണ്ട്, നല്ലൊരു ഫാക്ടർ. ഈ അപ്ലിഫ്റ്റ് പ്രഷറിനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫാക്ടർ ഇവിടെയുണ്ട്. അതെന്തായിരിക്കും? വാട്ടർ ഉള്ളതുകൊണ്ട് അതന്നെ മിടുക്കി. സോ അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്സ്ട്രീം സൈഡില് വേറൊരു സെൽഫ് വെയിറ്റും കൂടി ഉണ്ട്. എന്തിന്റെ സെൽഫ് വെയിറ്റാ? ഇവിടെ ഓൾറെഡി ഇവിടെ വാട്ടർ ഉണ്ട്. ഈ ഒരു പോയിന്റിൽ വാട്ടറിന്റെ വെയിറ്റും കൂടെ വരുന്നുണ്ട്. ഓക്കെ, ഹെഡ് കൂടുതലാണ് സമ്മതിച്ചു. പക്ഷെ ഇവിടെ അപ്ലിഫ്റ്റ് പ്രഷർ ഉണ്ടെങ്കിൽ തന്നെയും ആ അപ്ലിഫ്റ്റ് പ്രഷറിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നതാണ് വാട്ടറിന്റെ ഫോഴ്സ്. ഇവിടെ വാട്ടറിനെ കെട്ടിക്കിടത്തുന്നതുകൊണ്ട് അവിടെ വാട്ടറിന്റെ ഫോഴ്സ് ഉണ്ട്. സോ അപ്ലിഫ്റ്റ് പ്രഷർ മുകളിലോട്ട് ആക്ട് ചെയ്താലും നേരെ താഴേക്ക് ഡൗൺവേർഡ് സൈഡിൽ വാട്ടറിന്റെ സെൽഫ് വെയിറ്റ് കൊണ്ട് അത് പകുതി റെസിസ്റ്റ് ആവുന്നുണ്ട്. സോ നമ്മളുടെ അപ്സ്ട്രീം സൈഡ് ആക്ച്വലി പറഞ്ഞിട്ടുണ്ട് കുറച്ച് സേഫ് ആണ്. എന്തുകൊണ്ടാ? എക്സ്ട്രാ ഒരു സെൽഫ് വെയിറ്റ് അവിടെ വരുന്നുണ്ട്. സോ നമുക്ക് ആവശ്യത്തിന് ഒരു നോമിനൽ തിക്നെസ് അവിടെ പ്രൊവൈഡ് ചെയ്താൽ മതി. ഇനി വരുമ്പോഴത്തേക്ക് ഏതാണ് ഏറ്റവും ഹെഡ് കൂടിയ പോയിന്റ്? പിന്നെ കമ്പാരിറ്റീവ്ലി ഡൗൺ സ്ട്രീം സൈഡ് മാത്രം നോക്കിയാൽ മതി. ആ ഡൗൺ സ്ട്രീം സൈഡിൽ ഏത് പോയിന്റ് ആണ് ഹെഡ് കൂടിയ പോയിന്റ് എന്ന് പറയുന്നത്? ഞാനിപ്പം ആ യെല്ലോ കളറിൽ ഇൻഡു ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റിലാണ് ഹെഡ് കൂടുതൽ. ബാക്കിയുള്ള സൈഡ് നോക്കിയാൽ മതി. ഈ പോയിന്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ആക്ച്വലി ഇവിടെ ഹെഡ് കൂടുതലാണ്. അതുകൊണ്ട് ഇവിടെ ഒരു അപ്ലിഫ്റ്റ് പ്രഷർ ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്ലിഫ്റ്റ് പ്രഷറും കൂടുതലാണ്. പക്ഷെ അതിനെ കൗണ്ടർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഓൾറെഡി വാട്ടറിന്റെ വെയിറ്റ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഈ ഒരു പോയിന്റിൽ നോമിനൽ തിക്നെസ്, ഫ്ലോറിന് നോമിനൽ തിക്നെസ് കൊടുത്താൽ മതി. പക്ഷെ ഇപ്പുറത്തേക്ക് കേസിൽ വരുമ്പോൾ ആകെ ഫ്ലോർ മാത്രമേ ഉള്ളൂ. ദെയർഫോർ ഈ ഒരു പോയിന്റ് ക്രിട്ടിക്കൽ ആണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ ഒരു പോയിന്റ് ക്രിട്ടിക്കൽ ആവാനുള്ള സെക്കൻഡ് റീസൺ എന്താന്ന് വെച്ചാൽ ഈ പോയിന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളുടെ വെയർ ഫെയിൽ ആവുക, അതായത് റൊട്ടേറ്റ് ചെയ്യുക, ഓവർ ടേണിങ് എഫക്റ്റ് ഉണ്ടാവുന്നത് ഈ പോയിന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. കാരണം എന്താ? ഇവിടെയാണ് ലോഡ് വരുന്നത്, ഇങ്ങോട്ടേക്ക് വാട്ടറിന്റെ പ്രഷർ എക്സേർട്ട് ചെയ്യുക. ദെയർഫോർ ഒരു മൊമെന്റ് ക്രിയേറ്റ് ചെയ്ത് ഓവർടേൺ ചെയ്യാനുള്ള കേസും സാധ്യതയും കൂടുതൽ ഏത് പോയിന്റിലാണ്? ഈ ഒരു പോയിന്റിലായിരിക്കും. ഓക്കെ, ഈ ഒരു ഫോഴ്സ് വരുന്നതുകൊണ്ട് ഇങ്ങനെ ഓവർടേണിങ് എഫക്റ്റ് ഈ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഓവർടേൺ ചെയ്യാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പോയിന്റ് ആണ് ക്രിട്ടിക്കൽ. ആ പോയിന്റിലെ തിക്നെസ് കണ്ടുപിടിച്ചാൽ മതി. ആ പോയിന്റിനെ ുള്ള ആ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തിക്നെസ് കൊടുത്താൽ
ഓട്ടോമാറ്റിക്കലി ഞാൻ ഈ കാണിച്ചിരിക്കുന്ന സെക്കൻഡ് പോയിന്റ്, ഈ രണ്ടാമത്തെ പോയിന്റിലെ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാ? കൂടുതൽ ഹെഡ് ഇവിടെയാ. ആ ഹെഡിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തിക്നെസ് ത്രൂ ഔട്ട് കൊടുത്താൽ പോരെ. ഓക്കെ, എന്തായാലും ഇവിടെയാണ് പ്രഷർ കൂടുതൽ. ആ പ്രഷറിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തിക്നെസ്സിന് ഇപ്പുറത്ത് കുറഞ്ഞ പ്രഷറിനെ എന്തായാലും റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ ഇക്കണോമിക്കലായിരിക്കത്തില്ല. അതുകൊണ്ട് ചില സമയത്ത് നമ്മൾ വേറൊരു പോയിന്റിലെ തിക്നെസ്സും കാണാറുണ്ട്. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങൾ എപ്പോഴും ഫ്ലോറിന്റെ തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഈ ഒരു കോർണർ പോയിന്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ആ കോർണർ പോയിന്റിലെ തിക്നെസ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. ആ തിക്നെസ് ഒന്നെങ്കിൽ എൻറ്റയർ ഫ്ലോറിന്റെ വിഡ്ത്തിന് കൊടുക്കുക, അല്ല എങ്കിൽ വേറൊരു പോയിന്റ് കൺസിഡർ ചെയ്ത് അവിടുത്തെ തിക്നെസ്സും കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഇതിന്റെ അതിപ്പം ഇനി സോ അപ്പൊ നമുക്ക് ഈ ഒരു പോയിന്റിലെ തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? ആ തിക്നെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 4/3 h/g-1 എന്ന് പറയുന്നത്. അതിൽ h എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് ഹൈഡ്രോളിക് ഗ്രേഡിയന്റിലേക്കുള്ള ഓർഡിനേറ്റ് ആയിരിക്കും h എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ഓർഡിനേറ്റ് ആണ് h എന്ന് പറയുന്നത്. ഇനി ഈ h എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക? h കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞില്ല, നീ ടോട്ടൽ ഹെഡിൽ നിന്ന് ആ പോയിന്റ് വരെയുള്ള ഹെഡ് ലോസ് മൈനസ് ചെയ്യണം ടു ദാറ്റ് പോയിന്റ്. ആ പോയിന്റ് വരെയുള്ള ഹെഡ് ലോസ് മൈനസ് ചെയ്യണം. ആ പോയിന്റ് വരെയുള്ള ഹെഡ് ലോസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഹെഡ് ലോസ് ടു ദാറ്റ് പോയിന്റ് equal to HL/L into creep length up to that point. ഇത്രയും ക്രീപ്പ് ലെങ്ത്, ഈ ടോട്ടൽ ക്രീപ്പ് ലെങ്ത് ഫോർ എക്സാമ്പിൾ L ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ HL/L into L എന്ന് പറയുന്നത് ടോട്ടൽ ആണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലേ? പോട്ടെ. ഓക്കെ, 2 into D1 plus L ആയിരിക്കും നിങ്ങളുടെ ഹെഡ് ലോസ് അറ്റ് ദാറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ല സോറി, ക്രീപ്പ് ലെങ്ത് ഇൻറ്റു HL/L ചെയ്യുമ്പോൾ ഹെഡ് ലോസ് ടു ദാറ്റ് പോയിന്റ് കിട്ടും. ടോട്ടൽ ഹെഡ് ലോസിൽ നിന്ന് ആ ഒരു ഹെഡ് ലോസ് മൈനസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ ആണോ? സേഫ്റ്റി അഗെയിൻസ്റ്റ് പൈപ്പിംഗ് ആൻഡ് സേഫ്റ്റി അഗെയിൻസ്റ്റ് അപ്ലിഫ്റ്റ് പ്രഷർ എന്ന് പറയുന്നത്. യെസ് ഓർ നോ? ക്ലിയർ ഓർ ഓക്കെ. അഭിനവ്, മനസ്സിലായോ? മനസ്സിലായി. എന്താ കുറച്ച് ബാക്കിയപ്പോ എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടോ? പഠിക്കുമ്പോ പറഞ്ഞാ പോരെ. എന്തോ പഠിക്കുമ്പോ ഡൗട്ട് ഉണ്ടെ ചോദിക്ക. എന്താ ഇപ്പൊ പഠിപ്പിച്ചോണ്ടിരിക്കുമ്പോ മനസ്സിലാവുന്നില്ല? അല്ല മിസ്, ഞാൻ പഠിക്കാൻ കുറച്ച് സ്ലോവാ. അക്ഷയ്, മനസ്സിലായോ? സോ അതാണ് രണ്ട് സേഫ്റ്റി മെഷേഴ്സ് എന്ന് പറയുന്നത്. സേഫ്റ്റി അഗെയിൻസ്റ്റ് പൈപ്പിങ്ങും സേഫ്റ്റി അഗെയിൻസ്റ്റ് അപ്ലിഫ്റ്റ് പ്രഷർ. ഓക്കെ, ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ, അപ്പൊ ഇത്രയാണ് ബ്ലൈറ്റ്സ് തിയറി എന്ന് പറയുന്നത്. അപ്പൊ ബ്ലൈറ്റ്സ് തിയറി ഇത്രയുണ്ട് എന്നുവെച്ചാൽ എഴുതുമ്പോൾ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ആദ്യത്തെ ആ 2 പോയിന്റും പിന്നെ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ലൈൻ വരയ്ക്കുന്ന കാര്യവും പിന്നെ സേഫ്റ്റി അഗെയിൻസ്റ്റ് പൈപ്പിംഗ്, സേഫ്റ്റി അഗെയിൻസ്റ്റ് അപ്ലിഫ്റ്റ് പ്രഷർ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ എഴുതുക. സോ ഇനി ഇതിന്റെ അകത്ത് ലിമിറ്റേഷൻസ് ഉണ്ട്. limitations of Blake's theory. Next topic ആണ് limitations of Blake's theory. അപ്പം ബ്ലാക്സ് തിയറിയുടെ ലിമിറ്റേഷൻ ഞാൻ ഇച്ചിരി മുമ്പ് ഒരെണ്ണം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? ഏറ്റവും ഡൗൺ സ്ട്രീമിൽ കൊടുക്കുന്ന ഷീറ്റ്
പൈലിനെ പറ്റി ഒന്നും മെൻഷൻ ചെയ്തില്ല അല്ലെ? ഓക്കെ. കൂടാതെ കുറച്ച് വേറെ കുറച്ച് ലിമിറ്റേഷൻസ് കൂടി ഉണ്ട്. ഫസ്റ്റ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് Blythes do not differentiate between horizontal and vertical creep. അതായത് ഇതാണ് നിങ്ങളുടെ പൈല് പോകുന്നത്. അപ്പൊ ഈ കാണുന്നതാണ് വെർട്ടിക്കൽ ക്രീപ്പ്. വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്നതാണ് വെർട്ടിക്കൽ ക്രീപ്പ് എന്ന് പറയുന്നത്. നേരെ ബോട്ടത്തിൽ കൂടെ പോകുന്നതിനാണ് ഹൊറിസോണ്ടൽ ക്രീപ്പ് എന്ന് പറയുന്നത്. സോ ആ ഒരു ഡിഫറൻസിയേഷൻ കൊണ്ടുവന്നില്ല. അതാണ് ബ്ലൈറ്റ്സിന്റെ തിയറി. ഈ ലിമിറ്റേഷനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇനി കോസ്ലാസ് തിയറി വരുന്നത്. ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ബ്ലൈറ്റ്സ് ഡു നോട്ട് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ end and intermediate piles. എൻഡ് പൈലും ഇന്റർമീഡിയറ്റ് പൈലും തമ്മിലുള്ള ആ ഡിഫറൻസ് എന്താന്നുള്ളത് ബ്ലൈറ്റ്സ് പറഞ്ഞിട്ടുണ്ടായില്ല. പിന്നെ ഇറ്റ് ഡസ് നോട്ട് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ outer and inner faces of piles. അതായത് പൈലിന്റെ ഔട്ടർ ഫേസ് ഇന്നർ ഫേസിന്റെ ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അതിനെ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ടായില്ല. പിന്നെ ബ്ലൈറ്റ്സ് പറഞ്ഞ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെഡ് ലോസ് പ്രൊപ്പോർഷണൽ ടു ക്രീപ്പ് ലെങ്ത് എന്നല്ലേ പറഞ്ഞേ? head loss is directly proportional to creep length എന്നല്ലേ പറഞ്ഞേ? പക്ഷെ ആക്ച്വൽ കേസിൽ അത് കറക്റ്റ് അല്ല. ആക്ച്വൽ കേസിൽ it follows a sine curve. Okay. ആക്ച്വൽ കേസിൽ ഈ ഹെഡ് ലോസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്രീപ്പ് ലെങ്ത് അല്ല, അതൊരു സൈൻ കർവ് ആണ് ഫോളോ ചെയ്യുന്നത്. സോ അതും ഒരു ലിമിറ്റേഷൻ ആണ്. പിന്നെ ബ്ലൈറ്റ്സ് do not specify the necessity of providing downstream cutoff. ഇതിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇത്രയാണ് ബ്ലൈറ്റ്സ് തിയറിയുടെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ലിമിറ്റേഷൻസിനെയൊക്കെ മറികടന്നുകൊണ്ട് കോസ്ല പുതിയ തിയറി ജനറേറ്റ് ചെയ്തു. അപ്പോഴാണ് ഈ ലിമിറ്റേഷൻസ് എല്ലാം കണ്ടുപിടിച്ചത്. അതിനെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് തന്നെയാണ് കോസ്ല പുതിയ തിയറി ഉണ്ടാക്കുന്നത്. സോ ബ്ലൈറ്റ്സിന്റെ ഇത്രയും ലിമിറ്റേഷൻസും ചോദിച്ചു കണ്ടിട്ടുണ്ട് യൂണിവേഴ്സിറ്റിക്ക്. സോ അതും പഠിച്ചു വയ്ക്കാം. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ഡിസൈൻ ആണ്. ഡിസൈൻ ഓഫ് വെർട്ടിക്കൽ ഡ്രോപ്പർ. എങ്ങനെയാണ് വെർട്ടിക്കൽ ഡ്രോപ്പർ ഡിസൈൻ ചെയ്യുന്നത്? സോ ആദ്യമേ തന്നെ ഈ വെർട്ടിക്കൽ ഡ്രോപ്പർ ഞാൻ കഴിഞ്ഞ ദിവസം ടൈപ്സ് ഓഫ് എയർ പഠിപ്പിച്ചപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഡിസൈൻ പ്രൊസീജിയർ എഴുതാനും അല്ലാതെ പ്രോബ്ലം ആയിട്ടും ചോദിക്കാറുണ്ട്. ചില കേസസിൽ മുഴുവൻ ഡിസൈനും ചോദിക്കത്തില്ല, ജസ്റ്റ് ആ ഫ്ലോറിന്റെ തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യാനും പറഞ്ഞിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെ പല രീതിയിൽ ചോദിക്കാറുണ്ട്. നിങ്ങൾ പ്രോബ്ലം കറക്റ്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ എന്ത് ചോദ്യം വന്നാലും ആൻസർ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഡിസൈനിന്റെ ഫുള്ള് ഒരു വെർട്ടിക്കൽ ഡ്രോപ്പർ ഡിസൈൻ ചെയ്യാൻ ചോദിക്കുക. അത് ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല, പക്ഷെ പ്രൊസീജിയർ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അല്ലാതെ ഇതിലിപ്പം കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് നിങ്ങൾ വെയർ ഡിസൈൻ ചെയ്യണം, പിന്നെ കട്ട് ഓഫ് ഡിസൈൻ ചെയ്യണം, പിന്നെ ഫ്ലോർ ഡിസൈൻ ചെയ്യണം. ഇത്രയുണ്ട്.
അപ്പൊ അതിൽ കുറച്ച് പോർഷൻസ് മാത്രമായിട്ട് എടുത്തിട്ടും ചോദിച്ചിട്ടുണ്ട്. സോ ഈ ആദ്യം തന്നെ നിങ്ങളൊരു ഫിഗർ വരയ്ക്കുക. ഈ ഫിഗർ കാണാതെ തന്നെ പഠിച്ചു വെക്കുക. ഇതില് ഓരോ ടേംസ് ഉണ്ട്. എന്താണ് എച്ച്, എന്താണ് L1, അത് ആ ഫിഗറിൽ നിന്ന് തന്നെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ ഇവിടെ നോക്കാം. ഈ കാണുന്നതാണ് ഹൈ ഫ്ലഡ് ലെവൽ എന്ന് പറയുന്നത്. ഹൈ ഫ്ലഡ് ലെവൽ അതായത് ഏറ്റവും കൂടുതൽ ഫ്ലഡിന്റെ സമയത്ത് എന്തോരം വാട്ടർ റേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതാണ് ഫുൾ സപ്ലൈ ലെവൽ. ഫുൾ സപ്ലൈ ലെവൽ ഫുൾ സപ്ലൈ ലെവൽ എന്ന് പറയുന്നത് അത്രയും സാധനത്തിന് നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇത് ഷട്ടർ ആണ്. ഈ കാണുന്നത് ഷട്ടർ ആണ്. ഈ കാണുന്നതാണ് വെയറിന്റെ പോർഷൻ എന്ന് പറയുന്നത്. എപ്പോഴും വെയറിന്റെ അപ്സ്ട്രീം സ്ലോപ്പ് എന്ന് പറയുന്നത് 4h/10, 4 ഹൊറിസോണ്ടലും 10 വെർട്ടിക്കലും. ഡൗൺ സ്ട്രീം സ്ലോപ്പ് എന്ന് പറയുന്നത് 1:1 എന്ന് പറയുന്ന ആ ഒരു സ്ലോപ്പും ആയിരിക്കും. എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും കൊടുക്കുന്നത്. സോ ഇതാണ് HFL, FSL. പിന്നെ ഇവിടെ കണ്ടോ ഒരു റൗണ്ട് ഷേപ്പിൽ കൊടുത്തിരിക്കുന്നത്, ഇതാണ്. ഈ രണ്ടുമാണ് ലോഞ്ചിങ് ഏപ്രൺസ്. അപ്സ്ട്രീം ലോഞ്ചിങ് ഏപ്രണും ഡൗൺ സ്ട്രീം ലോഞ്ചിങ് ഏപ്രണും. ലോഞ്ചിങ് ഏപ്രൺ അത് അപ്സ്ട്രീമിലും കൊടുക്കും, ഡൗൺ സ്ട്രീമിലും കൊടുക്കും. പിന്നെ ഈ കാണുന്നതാണ് ഇംപെർവിയസ് ഏപ്രൺ. ഇംപെർവിയസ് ഏപ്രൺ അല്ലെങ്കിൽ നമ്മളുടെ സാധാരണ ഫ്ലോർ ആണ്. ഫ്ലോർ അല്ലെങ്കിൽ ഇംപെർവിയസ് ഏപ്രൺ. ഇവിടെ ഇതെന്ത് വെച്ചിട്ടായിരിക്കും കൊടുക്കുന്നത്? കോൺക്രീറ്റ് വെച്ചിട്ട് നമ്മൾ ഫ്ലോർ ഉണ്ടാക്കുന്നതിനെയാണ് ഇംപെർവിയസ് ഏപ്രൺ എന്ന് പറയുന്നത്. ഈ പോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ലോഞ്ചിങ് ഏപ്രൺ ആണ്. അതായത് ഫ്ലോർ വരുന്നതിന് മുന്നേ, അതായത് കോൺക്രീറ്റിന്റെ ഫ്ലോർ വരുന്നതിന് മുന്നേ നമ്മൾ ഈ
ചുടുകട്ടയും അങ്ങനെ കുറച്ച് കട്ട ബ്രിക്കോ അല്ലെങ്കിൽ നല്ല സാൻഡോ അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്നതാണ് ഈ ലോഞ്ചിങ് ഏപ്രൺ എന്ന് പറയുന്നത്. അത് കുറച്ച് പെർവിയസ് ആയിരിക്കും. പക്ഷെ ഇംപെർവിയസ് ഏപ്രൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺക്രീറ്റ് വെച്ച് തന്നെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. സോ കോൺക്രീറ്റ് വരുന്നതിന് മുന്നേയും കോൺക്രീറ്റ് തീർന്നതിന് ശേഷവും അപ്സ്ട്രീമിലും ഡൗൺ സ്ട്രീമിലും നമ്മൾ ഈ ഒരു പെർവിയസ് ആയിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യും. സോ അതിനെയാണ് നമ്മൾ ലോഞ്ചിങ് ഏപ്രൺ എന്ന് പറയുന്നത്. ലോഞ്ചിങ് ഏപ്രൺ അപ്സ്ട്രീമിലും കൊടുക്കും ഡൗൺ സ്ട്രീമിലും കൊടുക്കും. എല്ലാ സ്ട്രക്ചേഴ്സിനും ഇങ്ങനെ തന്നെയാണ്. എല്ലാ നമുക്ക് താഴെ ഫ്ലോർ ഉണ്ടാവും. കോൺക്രീറ്റ് വരുന്നതിന് മുന്നേ കുറച്ചുകൂടെ പെർവിയസ് ആയിട്ടുള്ള എന്നാൽ സാധാരണ മണ്ണ് പോലെ പെർമിയബിൾ അല്ലാത്ത കുറച്ച് പോർഷൻ കൊടുക്കും. അതിനെയാണ് ലോഞ്ചിങ് ഏപ്രൺ എന്ന് പറയുന്നത്. സോ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 4 ഹൊറിസോണ്ടൽ ഇൻ 10 വെർട്ടിക്കൽ എന്ന് പറയുന്ന സ്ലോപ്പും 1:1 എന്ന് പറയുന്ന സ്ലോപ്പും എപ്പോഴും സെയിം തന്നെയായിരിക്കും. അപ്പൊ നിങ്ങൾ ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അതിന് അർത്ഥം? ഒരു ഡ്രോപ്പ് വെയർ ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ അതിനെല്ലാം ഓരോ ഡയമെൻഷനിങ് കൊടുക്കുക എന്നുള്ളത്. ഇപ്പൊ ഫ്ലോറിന്റെ കേസ് വരുവാണെങ്കിൽ അതിന് എത്ര തിക്നെസ് കൊടുക്കണം, എത്ര ലെങ്ത് കൊടുക്കണം, ഇംപെർവിയസ് ഏപ്രന്റെ ലെങ്ത് എത്ര കൊടുക്കണം, അതിന് എത്ര തിക്നെസ് കൊടുക്കണം, പിന്നെ വെയറിന് ടോപ്പ് വിഡ്ത്ത് എത്ര കൊടുക്കണം, ബോട്ടം വിഡ്ത്ത് എത്ര കൊടുക്കണം, എത്ര ഹൈറ്റ് കൊടുക്കണം, അതൊക്കെയാണ് ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിന്റെ ഉള്ളിൽ വരുന്ന സ്ട്രക്ചർ ഡിസൈനിങ് വേറെ ഉണ്ടാവും. പക്ഷെ നമ്മളുടെ ഡിസൈൻ ഓഫ് ഹൈഡ്രോളിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തേ ഉള്ളൂ, ആ സ്ട്രക്ചറിന്റെ ഹൈറ്റും ഡയമെൻഷൻസും എത്ര കൊടുക്കുന്നേ ഉള്ളൂ. അത് വെച്ചിട്ട് പിന്നീട് സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് എത്ര റീഇൻഫോഴ്സ്മെന്റ് ഡീറ്റെയിലിംഗ് ഒക്കെ വരുന്നത്. പക്ഷെ ഇതിൽ നമുക്ക് റീഇൻഫോഴ്സ്മെന്റ് ഡീറ്റെയിലിംഗ് ഒന്നും പഠിക്കാനില്ല. ജസ്റ്റ് ഡയമെൻഷൻസ് മാത്രം എത്ര കൊടുക്കണം എന്നുള്ളതാണ് പഠിക്കുന്നത്. സോ ഇതിൽ കുറച്ച് വാല്യൂസ് നിങ്ങൾ ഓർത്തിരിക്കുക. എന്താണ് എച്ച്, എന്താണ്, അതെല്ലാം ഇവിടെ മാർക്ക് ചെയ്ത് തരാം. ഇവിടെ ടോപ്പ് വിഡ്ത്ത്, നമ്മളുടെ വെയറിന്റെ ടോപ്പ് വിഡ്ത്തിനെ ഡിനോട്ട് ചെയ്യുന്നത് ബി ഡാഷ് എന്നാണ്. ബി ഡാഷ്. ബോട്ടം വിഡ്ത്തില്ലേ, വെയറിന്റെ ബോട്ടം വിഡ്ത്തിനെ ഡിനോട്ട് ചെയ്യുന്നത് ബി വെച്ചിട്ടാണ്. ഓക്കെ, വെയറിന്റെ ടോപ്പ് വിഡ്ത്ത് ബി ഡാഷും ബോട്ടം വിഡ്ത്ത് ബിയും. ഇനി വെയറിന്റെ ടോപ്പിൽ നിന്നും HFL വരെയുള്ള ഡിസ്റ്റൻസ്, വെയറിന്റെ ടോപ്പിൽ നിന്നും HFL വരെയുള്ള ടോട്ടൽ ഡിസ്റ്റൻസിനെയാണ് ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്നത്. ഇൻക്ലൂഡിങ് ദിസ് ക്രസ്റ്റ്, ഇൻക്ലൂഡിങ് ദിസ് ഷട്ടർ. ഷട്ടറിന്റെ ഹൈറ്റും അതിന്റെ ഉള്ളിൽ തന്നെ വരുന്നത്. അതായത് വെയറിന്റെ ടോപ്പ് ക്രസ്റ്റ് ലെവലിൽ നിന്നും HFL വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എച്ച് എന്ന് പറയുന്നത്, ക്യാപിറ്റൽ എച്ച്. ഓക്കെ, ഹെഡ്, അതായത് ക്രസ്റ്റിന്റെ മുകളില് HFL-ലേക്ക് എത്ര ഹെഡ് ഉണ്ട്, അതാണ് ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്നത്. HL എന്താ? ഈ കേസിൽ HL എന്തായിരിക്കും? ഡൗൺ സ്ട്രീമിൽ വാട്ടർ ഇല്ല എന്ന് വിചാരിക്കും. ഡൗൺ സ്ട്രീമിൽ വാട്ടർ ഇല്ലാത്ത കേസ് ആണെങ്കിൽ ഹെഡ് ലോസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ടോട്ടൽ ലെങ്ത്, ഈ ടോട്ടൽ ഹൈറ്റ് ആയിരിക്കും HL എന്ന് പറയുന്നത്. ഓക്കെ, സോ ക്യാപിറ്റൽ എച്ച് എന്ന് പറഞ്ഞു, ബി ഡാഷ് പറഞ്ഞു, ബി പറഞ്ഞു. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഈ ടേംസ് ആണ് L4, L1, L2, L3. സോ ഇംപെർവിയസ് ലെയറിന്റെ ലെങ്ത് ആണ് L3-ഉം L4-ഉം. അപ്സ്ട്രീം ലോഞ്ചിങ് ഏപ്രന്റെ ലെങ്ത് ആണ് L4, ഡൗൺ സ്ട്രീം ലോഞ്ചിങ് ഏപ്രന്റെ ലെങ്ത് ആണ് L3. പിന്നെ ബാക്കി രണ്ടെണ്ണം നമ്മളുടെ ഫ്ലോറിന്റെ ലെങ്ത് അപ് ടു വേറെ L1-ഉം പിന്നെ വെയറിന്റെ ടോയിൽ നിന്ന് ബാക്കിയുള്ള ലെങ്ത് എന്ന് പറയുന്നത്, ഫ്ലോറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് L2. ഓക്കെ, സോ ഇനി ഇതിലെ വാല്യൂസ് L4, L1, L2, L3 ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കും? എച്ച് എങ്ങനെ കണ്ടുപിടിക്കും? എത്ര ഹൈറ്റ് കൊടുക്കണം? കട്ട് ഓഫ്, ഈ കട്ട് ഓഫ് എങ്ങനെ ഡിസൈൻ ചെയ്യണം? അതിന്റെ ഡെപ്ത് എത്ര കൊടുക്കണം എന്നുള്ളതൊക്കെയാണ് നമ്മള് ഡിസൈൻ എന്ന് പറയുന്നത്. ഇതാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. കട്ട് ഓഫ് അല്ലെങ്കിൽ പൈൽ എന്ന് പറഞ്ഞില്ലേ, പൈലിന്റെ ഡെപ്ത്, പൈലിന് ഡെപ്ത് എത്ര കൊടുക്കണം, ഈ ഫ്ലോറിന് എത്ര തിക്നെസ് കൊടുക്കണം, ഫ്ലോറിന്റെ തിക്നെസ് എത്ര കൊടുക്കണം, അതൊക്കെയാണ് നമ്മൾ ഡിസൈനിൽ ചെയ്യാൻ പോകുന്നത്. സോ ഈ ഫിഗർ വരച്ചെടുക്കാം.
ഓക്കെ, ഫിഗർ വരച്ചെടുക്കുക. ബാക്കി എങ്ങനെയാണ് ഡയമെൻഷനിങ് എന്നൊക്കെ ഉള്ളത് നാളെ പഠിപ്പിക്കാം. താങ്ക് യു.